ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും റേഷൻ കാർഡ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു റേഷൻ കാർഡ് ഇത് നിങ്ങൾക്ക് മൊബൈലിൽ യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. എങ്ങനെയാണ് മൊബൈലിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് എല്ലാം സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നെല്ലാം ഇത് ഡൗൺലോഡ് ചെയ്യാം. അതായത് ആൻഡ്രോയിഡിൽ അതുപോലെ നിങ്ങൾക്ക് ഐഫോണിലെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയതിന് ശേഷം എൻ്റെ റേഷൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ റേഷൻ കാർഡ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഇവിടെ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനാണ് ആദ്യമായി ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എല്ലാം വരും. ഇത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്ന് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ റേഷൻ കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. കാർഡ് ഉടമ, കാർഡ് നമ്പർ, അതുപോലെ ഇവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാം. കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആരെല്ലാമാണ് ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കാർഡിൽ എന്നെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ റേഷൻ കാർഡിലുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ റേഷൻ കാർഡിലുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ FPS സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റേഷൻ കടയുടെ നമ്പർ എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. നമ്മുടെ റേഷൻ കടയുടെ നമ്പർ എല്ലാം ഇവിടെ നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ നമ്പർ, ഡേറ്റ് എല്ലാം കറക്റ്റായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ റേഷൻ കടയിൽ നിലവിലുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ക്രീനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്